നിങ്ങളുടെ കുട്ടി എപ്പോഴും എന്താ പറയാ വല്ലാത്തൊരു ക്ഷീണം കാണിക്കുന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ കാരണമില്ലാതെ ദേഷ്യപ്പെടുന്നു. അതുമല്ലെങ്കിൽ അവർ പുതിയതായി പഠിച്ച ഇഴയാനോ നടക്കാനോ ഒക്കെയുള്ള കഴിവുകൾ പെട്ടെന്ന് മറന്നുപോകുന്നു. നമ്മൾ സ്വാഭാവികമായും ഭയന്നുപോകും, അല്ലേ? തീർച്ചയായും. ഏതൊരു മാതാപിതാക്കൾക്കും അതൊരു വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതെ. ഇതൊരു പക്ഷേ ഉറക്കക്കുറവാണെന്നോ അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു സ്വാഭാവിക മാറ്റമാണെന്നോ ഒക്കെ കരുതി നമ്മൾ പലപ്പോഴും സമാധാനിച്ചേക്കാം. എന്നാൽ യഥാർത്ഥ വില്ലൻ നിങ്ങളുടെ അടുക്കളയിലെ ഏതോ ഒരു പോഷകത്തിന്റെ അഭാവമാണെങ്കിലോ? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ഗൗരവമുള്ള, എന്നാൽ നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ പരിഹാരമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. കുട്ടികളിലെ പോഷകാഹാരക്കുറവും പ്രത്യേകിച്ചും വിറ്റാമിൻ ബി കുറവുകളും. പിന്നെ നമ്മുടെ പരമ്പരാഗത കേരളീയ ഭക്ഷണ രീതികൾ ഉപയോഗിച്ച് അതിനെ എങ്ങനെ നേരിടാം എന്നതുമാണ് ഇന്നത്തെ നമ്മുടെ ഈ അന്വേഷണ വിഷയം. ഡോക്ടർ അഖിൽ വർഗീസ് തയ്യാറാക്കിയ വളരെ വിശദമായ ക്ലിനിക്കൽ കുറിപ്പുകളെ അടിസ്ഥാനമാക്കിയാണ് നാം ഇന്ന് ഈ വിഷയത്തിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലുന്നത്. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാമല്ലേ? തീർച്ചയായും. ഈയൊരു വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ വലിയ വില കൂടിയ സപ്ലിമെന്റുകളോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പാക്കറ്റ് ഫുഡുകളൊക്കെ ആകും ആദ്യം ഓർമ്മ വരിക. ശരിയാണ്. നമ്മൾ അങ്ങനെയാണല്ലോ ചിന്തിക്കാറ്. ആഹാരം നമ്മുടെ സ്വന്തം പാചകപ്പുരകളിൽ തന്നെ ഉണ്ടെന്നാണ്. അതായത് വിറ്റമിൻ ബി എന്ന് പറയുന്നത് കേവലം കുറച്ചു ഊർജം നൽകുന്ന ഒരു ഘടകം മാത്രമല്ല. കുട്ടികളുടെ ശരീരവും തലച്ചോറും എങ്ങനെ വികസിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു വലിയ മാസ്റ്റർ കൺട്രോളറാണത്. എനിക്ക് തോന്നുന്നു വിറ്റാമിൻ ബിയെ നമുക്ക് ഒരു വീടിന്റെ ഇലക്ട്രിക്കൽ വയറിങ്ങിനോട് ഉപമിക്കാമെന്ന്. നല്ലൊരു ഉപമയാണത്, അല്ലേ? ഒരു വീടിന്റെ വയറിംഗ് തകരാറിലായാൽ എന്താണ് സംഭവിക്കുക? ചിലപ്പോൾ ലൈറ്റുകൾ മിന്നും, ചിലപ്പോൾ ഫാനുകൾ പതുക്കിയാകും, അല്ലെങ്കിൽ വില കൂടിയ ഉപകരണങ്ങൾ പെട്ടെന്ന് കേടാകും. പുറമെ നിന്ന് നോക്കുമ്പോൾ വീടിന് ഒരു കുഴപ്പവുമുണ്ടാകില്ല. പക്ഷേ ഉള്ളിലെ സിസ്റ്റം മുഴുവൻ താളം തെറ്റിയിട്ടുണ്ടാകും. ഇതുതന്നെയല്ലേ കുട്ടികളുടെ ശരീരത്തിലും സംഭവിക്കുന്നത്? ഉപമ സത്യത്തിൽ ശാസ്ത്രീയമായി തന്നെ വളരെ ശരിയാണ്. ആ ഇലക്ട്രിക്കൽ വയറിംഗ് തന്നെയാണ് കുട്ടികളുടെ നാഡീവ്യൂഹം, അതായത് നെർവസ് സിസ്റ്റം. ഈ വയറുകൾക്ക് ചുറ്റും പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു ഇൻസുലേഷൻ കവർ നമ്മൾ കാണാറില്ലേ? കാണാം. ഷോർട്ട് അടിക്കാതിരിക്കാൻ കൊടുക്കുന്ന ആ കവർ. അതെ, കൃത്യം. ശരീരത്തിൽ നമ്മുടെ നാഡികൾക്ക് ചുറ്റുമുള്ള ആ കവറിനെ മൈലിൻ ഷീത്ത് എന്നാണ് വിളിക്കുന്നത്. വിറ്റാമിൻ ബി കോംപ്ലക്സ് കുടുംബത്തിലെ B12, അതുപോലെ ഫോളേറ്റ് എന്നറിയപ്പെടുന്ന B9 എന്നിവയാണ് ഈ മൈലിൻ ഷീത്ത് നിർമ്മിക്കാൻ ശരീരത്തെ സഹായിക്കുന്നത്. ഓഹോ, അപ്പൊ ഈ വിറ്റാമിനുകൾ കുറയുമ്പോൾ? അതെ, ഈ വിറ്റാമിനുകൾ കുറയുമ്പോൾ വയറിലെ ആ പ്ലാസ്റ്റിക് കവർ പൊട്ടിപ്പോകുന്നതുപോലെ ശരീരത്തിനകത്ത് ഷോർട്ട് സർക്യൂട്ടുകൾ സംഭവിക്കുന്നു. തലച്ചോറിൽ നിന്നുള്ള സിഗ്നലുകൾ കൃത്യമായി കൈകാലുകളിലേക്കോ പേശികളിലേക്കോ എത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾ പെട്ടെന്ന് ഇഴയാൻ മടിക്കുന്നതും അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ മറന്നുപോകുന്നതുമൊക്കെയല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് കാരണം. ഇതിനെ വൈദ്യശാസ്ത്രത്തിൽ ഹൈപ്പോട്ടോണിയ, അതായത് പേശികൾക്ക് ബലമില്ലാത്ത അവസ്ഥ എന്നാണ് പറയുന്നത്. നാഡികളിലൂടെ സിഗ്നൽ വരാത്തതുകൊണ്ട് പേശികൾക്ക് അനങ്ങാൻ കഴിയുന്നില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണല്ലോ. അതെ. ഇതിനൊപ്പമാണ് കുട്ടികളിലെ കടുത്ത ക്ഷീണവും അകാരണമായ ദേഷ്യവുമൊക്കെ വരുന്നത്. തലച്ചോറിന് കൃത്യമായി ഊർജം ലഭിക്കാത്തതുകൊണ്ട് അവരെപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നാൽ ഡോക്ടറുടെ കുറിപ്പുകൾ പ്രകാരം പ്രധാനമായും 2 ഘട്ടങ്ങളിലാണ് ഈ പ്രശ്നം പെട്ടെന്ന് പുറത്തുവരുന്നത്. ഏത് ഘട്ടങ്ങളിലാണ്? ഒന്ന്, കുഞ്ഞ് മുലപ്പാലിൽ നിന്നു മാറി ഖരരൂപത്തിലുള്ള ഭക്ഷണത്തിലേക്ക്, അതായത് സോളിഡ് ഫുഡ്സിലേക്ക് കടക്കുന്ന ആ ട്രാൻസിഷൻ സമയത്ത്. 6 മാസമൊക്കെ കഴിയുമ്പോൾ. അതെ. രണ്ടാമത്തേത്, പൂർണ്ണമായും സസ്യാഹാരം മാത്രം നൽകുന്ന വീടുകളിലെ കുട്ടികളിൽ, ഈ വീഗൻ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരിലോ. മനസ്സിലായി. ഈ വയറിംഗ് തകരാറിലാകുമ്പോൾ അത് നാഡീവ്യൂഹത്തെ മാത്രമല്ല ബാധിക്കുന്നതെന്ന് കുറിപ്പുകളിൽ കാണുന്നുണ്ടല്ലോ. ദഹന സംബന്ധമായ പ്രശ്നങ്ങളും പ്രത്യേകിച്ച് വായിലും ചുണ്ടിലുമൊക്കെ വരുന്ന ചില മാറ്റങ്ങളും വിറ്റമിൻ ബിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ചെറിയ അത്ഭുതം തോന്നുന്നു. പലർക്കും അതറിയില്ല. അതെ. വായുടെ കോണുകളിലെ വിള്ളലുകളൊക്കെ പലപ്പോഴും ചൂടുകുരുവാണെന്നോ അല്ലെങ്കിൽ കുട്ടി ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തതുകൊണ്ടാണെന്നോ ഒക്കെ ആണ് സാധാരണയായി നമ്മൾ കരുതുക. എന്തുകൊണ്ടാണ് ഈ വിറ്റമിൻ ബി കുറയുമ്പോൾ വായുടെ ചുറ്റും ഇങ്ങനെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്? അവിടെയാണ് നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു പ്രവർത്തന രീതി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് പിന്നിലെ ശാസ്ത്രം ശരിക്കും കൗതുകകരമാണ്.
നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വേഗത്തിൽ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്ന, അതായത് ഏറ്റവും വേഗത്തിൽ സെൽ ടേൺ ഓവർ നടക്കുന്ന സ്ഥലമാണ് വായുടെ ഉള്ളും ചുണ്ടുകളുമൊക്കെ. ഓ, അങ്ങനെയാണോ? അതെ, ഓരോ 3-4 ദിവസം കൂടുമ്പോൾ അവിടത്തെ കോശങ്ങൾ മാറി പുതിയവ വരണം. ഈ പുതിയ കോശങ്ങളെ നിർമ്മിക്കുന്ന ഫാക്ടറിയിലെ പ്രധാന തൊഴിലാളികളാണ് വിറ്റമിൻ B2, B3 എന്നിവ. ഇവരുടെ എണ്ണം കുറയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഊഹിക്കാമല്ലോ. ആ പുതിയ കോശങ്ങൾ കൃത്യമായി ഉണ്ടാകില്ല. അതെ, ഉള്ള കോശങ്ങൾ തന്നെ കേടുവന്നതായിരിക്കും. ഓ, അപ്പോൾ പുതിയ കോശങ്ങൾ വരാത്തതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ വിള്ളലുകൾ ഉണ്ടാകുന്നത്, അല്ലാതെ വെറും ചൂടുകുരുവല്ലാതെ? തീർച്ചയായുമല്ല. വായുടെ കോണുകളിൽ ഉണ്ടാകുന്ന ഈ വിള്ളലുകളെ ആംഗ്യുലാർ കീലിറ്റിസ് എന്നും നാവിലുണ്ടാകുന്ന അസാധാരണമായ ചുവപ്പ് നിറത്തിനും വീക്കത്തിനും ഗ്ലോസൈറ്റിസ് എന്നുമാണ് പറയുന്നത്. ഓ, പേരുകൾ കുറച്ച് കടുപ്പമാണെങ്കിലും കാര്യം മനസ്സിലായി. അതെ, കോശങ്ങൾ വിഭജിക്കപ്പെടാത്തതുകൊണ്ട് അവിടെ മുഴുവൻ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടുണ്ടാകുകയാണ്. ഇതിനൊപ്പം തന്നെ വിശപ്പില്ലായ്മയും അകാരണമായ വയറിളക്കവും ഛർദിയുമൊക്കെ വരാം. കുടലിലെ കോശങ്ങൾക്കും ഇതേ അവസ്ഥ തന്നെയാണ് വരുന്നത്. അവർക്ക് പോഷകങ്ങളെ വലിച്ചെടുക്കാൻ കഴിയാതെ വരുന്നു. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണല്ലോ ശരിക്കും. വായുടെയും കുടലിന്റെയും കോശങ്ങളെ ബാധിക്കുന്നു, ഒപ്പം നാഡികളെയും. അങ്ങനെയെങ്കിൽ ഇത് രക്തയോട്ടത്തെയും കുട്ടികളുടെ ശാരീരിക വളർച്ചയെയും ബാധിക്കില്ലേ? വിളർച്ച ഉണ്ടാകുമെന്ന് കുറിപ്പുകളിൽ പറയുന്നുണ്ട്. അതെ, ശരീരത്തിൽ വിറ്റാമിൻ B12ന്റെയും ഫോളേറ്റിന്റെയും കുറവുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അത് സാധാരണ വിളർച്ചയിൽ നിന്ന് വ്യത്യസ്തമാണോ? അതെ, വ്യത്യസ്തമാണ്. സാധാരണയായി നമ്മുടെ ചുവന്ന രക്താണുക്കൾ, അതായത് റെഡ് ബ്ലഡ് സെൽസ്, വളരെ ചെറിയ ഫ്ലെക്സിബിളായ വാഹനങ്ങളെ പോലെയാണ്. രക്തക്കുഴലുകളിലൂടെ വളരെ വേഗത്തിൽ സഞ്ചരിച്ച് ശരീരമാകെ ഓക്സിജൻ എത്തിക്കുന്നത് ഇവരാണ്. എന്നാൽ B12 കുറയുമ്പോൾ ഈ കോശങ്ങൾക്ക് കൃത്യമായി വിഭജിക്കാൻ കഴിയില്ല. അവ വലിപ്പം വെച്ച് വലിയൊരു ബലൂൺ പോലെയാകും. ഹോ, അപ്പോൾ വലിപ്പം കൂടുമ്പോൾ കുഴലുകളിലൂടെ പോകാൻ ബുദ്ധിമുട്ടാവും. കൃത്യം, വലിപ്പം കൂടുതലായതുകൊണ്ട് അവയ്ക്ക് രക്തക്കുഴലുകളിലൂടെ എളുപ്പം സഞ്ചരിക്കാനോ കൃത്യമായി ഓക്സിജൻ വിതരണം ചെയ്യാനോ കഴിയില്ല. അപ്പോൾ കുട്ടിക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാത്തതുകൊണ്ടാണ് അവരെപ്പോഴും ക്ഷീണിതരായിരിക്കുന്നത്. കൂടാതെ പ്രായത്തിനനുസരിച്ചുള്ള ഭാരം വെക്കാതിരിക്കുകയും ചെയ്യും. മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് കൈകാലുകളിൽ ഒരുതരം തരിപ്പനുഭവപ്പെടുന്നതായി അവർ പരാതിപ്പെടാറുണ്ടല്ലോ. അത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ മൈലിൻ ഷീത്ത് ഇല്ലാത്തതുകൊണ്ട് വരുന്ന വയറിംഗ് തകരാർ തന്നെയായിരിക്കണം. നാഡികളിലേക്കുള്ള സിഗ്നലുകൾ കൃത്യമായി പോകാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ തലച്ചോറ്, ദഹനം, രക്തയോട്ടം എന്നിങ്ങനെ ശരീരത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട സിസ്റ്റങ്ങളെയും വിറ്റമിൻ B കുറവ് നേരിട്ട് ബാധിക്കുന്നുണ്ട്. ശരി, അപ്പോൾ നമ്മൾ പ്രശ്നത്തിന്റെ ശാസ്ത്രം കൃത്യമായി മനസ്സിലാക്കി. വീടിന്റെ വയറിംഗ് ഷോർട്ട് സർക്യൂട്ടാകുന്നു, സിസ്റ്റം തകരാറിലാകുന്നു. ഇനി ഇതിനുള്ള പരിഹാരമെന്താണെന്ന് നമ്മൾ അന്വേഷിക്കണം. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. അതെ, കാരണം ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എവിടെയോ ഉള്ള വില കൂടിയ മരുന്നുകളിലല്ല, നമ്മുടെ സ്വന്തം കേരളീയ അടുക്കളകളിലാണെന്ന് ഡോക്ടർ അഖിൽ വർഗീസിന്റെ കുറിപ്പുകൾ വ്യക്തമാക്കുന്നു. നമ്മുടെ പരമ്പരാഗത ഭക്ഷണത്തിലെ ആ സൂപ്പർ ഹീറോകളെ നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. പ്രത്യേകിച്ചും നമ്മുടെ സ്വന്തം പഴങ്കഞ്ഞി. പഴങ്കഞ്ഞി, അത് സത്യത്തിൽ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച പ്രോബയോട്ടിക് ഫുഡുകളിൽ ഒന്നാണ്. ഒരു നിമിഷം, എനിക്കിവിടെ ഒരു ചെറിയ സംശയം ചോദിക്കാനുണ്ട്. നമ്മൾ തലേദിവസം വേവിച്ച വെറും ചോറാണല്ലോ ഇത്. അതിൽ കുറച്ച് വെള്ളമൊഴിച്ചു വെക്കുമ്പോൾ എങ്ങനെയാണ് ഒറ്റ രാത്രി കൊണ്ട് അതിൽ വിറ്റാമിനുകൾ ഉണ്ടാകുന്നത്? ഇന്നലെ വെറും കാർബോഹൈഡ്രേറ്റ് മാത്രമായിരുന്നു ചോറിൽ, ഇന്നെങ്ങനെ വിറ്റാമിൻ B വന്നു? ഇതൊരു മികച്ച ചോദ്യമാണ്. കാരണം അവിടെയാണ് പുളിപ്പിക്കൽ അഥവാ ഫെർമെന്റേഷൻ എന്ന അത്ഭുത പ്രക്രിയ നടക്കുന്നത്. നമ്മൾ ചോറ് വേവിക്കുമ്പോൾ അതിലെ ബാക്ടീരിയകളൊക്കെ നശിച്ചുപോകും. ചൂട് കാരണം. അന്തരീക്ഷ താപനിലയിൽ വയ്ക്കുമ്പോൾ വായുവിൽ നിന്നും വെള്ളത്തിൽ നിന്നുമൊക്കെ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകൾ അതിലേക്ക് വരുന്നു. അവർക്ക് കഴിക്കാൻ അവിടെ ഇഷ്ടം പോലെ സ്റ്റാർച്ച്, അതായത് അന്നജമുണ്ട്. രാത്രി മുഴുവൻ ഈ ബാക്ടീരിയകൾ ആ ചോറിലെ സ്റ്റാർച്ച് തിന്ന് പെരുകുന്നു. ഓഹോ. അങ്ങനെ അവ പെരുകുമ്പോൾ അവ പുറത്തുവിടുന്ന ചില ബൈ പ്രൊഡക്റ്റുകളുണ്ട്. ഓർഗാനിക് ആസിഡുകൾ, പിന്നെ വളരെ പ്രധാനമായി വിറ്റമിൻ B6, നേരിയ അളവിൽ വിറ്റമിൻ B12 എന്നിവ ഈ ബാക്ടീരിയകൾ തന്നെ അവിടെ നിർമ്മിച്ചെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ ബാക്ടീരിയകൾ നമ്മുടെ അടുക്കളയിലിരുന്ന് പോഷകങ്ങൾ നിർമ്മിക്കുന്ന ചെറിയ ഫാക്ടറികളായി മാറുകയാണ് അല്ലേ? അതുമാത്രമല്ല, ഇത് ദഹിക്കാൻ വളരെ എളുപ്പമായിരിക്കുമല്ലോ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം.
കുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോൾ ഈ ബാക്ടീരിയകൾ ഇതിനകം തന്നെ ആ ഭക്ഷണത്തെ പാതി ദഹിപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് കുട്ടികളുടെ കുടലിന് വലിയ ജോലി ചെയ്യേണ്ടി വരുന്നില്ല. ശരിയാണ്. മാത്രമല്ല, ചോറിലുള്ള ഫൈറ്റിക് ആസിഡ് പോലെയുള്ള പോഷകങ്ങളെ വലിച്ചെടുക്കാൻ സമ്മതിക്കാത്ത ചില ഘടകങ്ങളുണ്ട്. പുളിപ്പിക്കുമ്പോൾ ഈ ബാക്ടീരിയകൾ ഫൈറ്റിക് ആസിഡിനെ നശിപ്പിച്ചു കളയുകയും ഇരുമ്പ് പോലുള്ള ധാതുക്കളെ ശരീരത്തിന് എളുപ്പം ആഗിരണം ചെയ്യാൻ പാകത്തിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പണ്ട് പുച്ഛിച്ചു തള്ളിയ പല ഭക്ഷണങ്ങളും വലിയ ശാസ്ത്രീയ അടിത്തറയുള്ളവയായിരുന്നു. ഇതേ ലോജിക് തന്നെയല്ലേ നമ്മുടെ ഇഡ്ലിയും ദോശയും ഉണ്ടാക്കാൻ മാവ് പുളിപ്പിക്കുമ്പോഴും സംഭവിക്കുന്നത്? അതെ, ശാസ്ത്രം തന്നെയാണ് അവിടെയും. അരിയും ഉഴുന്നും ചേർത്തരച്ചു വെക്കുമ്പോൾ അതിൽ സ്വാഭാവികമായി നടക്കുന്ന ഫെർമെന്റേഷൻ അതിലെ വിറ്റമിൻ ബിയുടെ ബയോ അവൈലബിലിറ്റി വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നു. ഈ ബയോ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങൾ എത്രത്തോളം ശരീരത്തിന് വലിച്ചെടുക്കാൻ കഴിയുന്നു എന്നതിന്റെ അളവാണ് അത്. പുളിപ്പിച്ച മാവ് കൊണ്ടുണ്ടാക്കുന്ന ദോശയോ ഇഡ്ഡലിയോ കഴിക്കുമ്പോൾ ശരീരത്തിന് വിറ്റാമിനുകളെ വലിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനൊപ്പം തന്നെ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന തൈരും സംഭാരവും ഇവ വിറ്റമിൻ B12, റിബോഫ്ലാവിൻ അതായത് വിറ്റമിൻ B2 എന്നിവയുടെ ഏറ്റവും മികച്ച ഉറവിടങ്ങളാണ്. കുട്ടികളുടെ കുടലിലെ നല്ല ബാക്ടീരിയകളെ സംരക്ഷിക്കാൻ ഇതിലും മികച്ച മറ്റൊരു വഴിയില്ല. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ പഴങ്കഞ്ഞിയും തൈരും ദോശമാവുമൊക്കെ ഇത്രയും വലിയ പോഷകങ്ങളുടെ കലവറയാണെങ്കിൽ ഒരു കുട്ടി പൂർണ്ണമായും സസ്യാഹാരം, അതായത് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിച്ചാൽ പോരെ? ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ പച്ചക്കറികൾ കൊണ്ട് മാത്രം സാധിക്കില്ലേ? കാരണം എന്റെയൊക്കെ മുത്തശ്ശിമാർ പൂർണ്ണമായും വെജിറ്റേറിയൻ ആയിരുന്നു, അവർക്കൊന്നും ഈ പറഞ്ഞ പോരായ്മകൾ ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊരു സംശയം ഇത് കേൾക്കുന്ന പലർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഒരു സംശയം വളരെ സ്വാഭാവികമാണ്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നമ്മുടെ മുത്തശ്ശിമാരുടെ കാലത്തെ മണ്ണോ കൃഷിരീതിയോ സാഹചര്യങ്ങളോ അല്ല ഇന്നുള്ളത്. അതെന്താ അങ്ങനെ പറയുന്നത്? പണ്ട് നമ്മുടെ മണ്ണിൽ സൂക്ഷ്മാണുക്കൾ ധാരാളമുണ്ടായിരുന്നു. കിണറ്റിലെ വെള്ളത്തിൽ നിന്നും അല്ലെങ്കിൽ പറമ്പിൽ നിന്ന് പറിച്ചെടുക്കുന്ന പച്ചക്കറികളിൽ പറ്റിയിരിക്കുന്ന മണ്ണിൽ നിന്ന് പോലും അവർക്ക് ആവശ്യത്തിനുള്ള വിറ്റാമിൻ B12 ലഭിച്ചിരുന്നു. എന്നാൽ ഇന്ന് നമ്മളെല്ലാം അൾട്രാ സാനിറ്റൈസ്ഡ് ആയാണ് ഉപയോഗിക്കുന്നത്. മണ്ണിലെ ബാക്ടീരിയകളെല്ലാം നശിച്ചുപോയി. ഓ, നമ്മൾ ഈ രാസവളങ്ങളൊക്കെ ഇട്ട് നശിപ്പിച്ചു എന്ന് പറയുന്നത് പോലെ. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. അതുകൊണ്ടുതന്നെ ഇന്നത്തെ കാലത്ത് പൂർണ്ണമായും സസ്യാഹാരം മാത്രം പോരാ എന്നതാണ് ഇതിന്റെ ശാസ്ത്രീയമായ ഉത്തരം. ഡോക്ടറുടെ കുറിപ്പുകൾ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. വിറ്റാമിൻ B12 വലിയ തോതിൽ കാണപ്പെടുന്നത് മൃഗങ്ങളിൽ നിന്നുള്ള ഭക്ഷണങ്ങളിലാണ്. പച്ചക്കറികളിൽ മറ്റ് ബി വിറ്റാമിനുകൾ ധാരാളമുണ്ടെങ്കിലും B12 വളരെ അപൂർവമാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായും നോൺ വെജ് ഭക്ഷണങ്ങളെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എവിടെ നിന്നാണ് നമുക്കിത് ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുക? നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായും വിലക്കുറങ്ങിലും ലഭിക്കുന്ന മത്സ്യങ്ങളായ മത്തിയും അയലയും നോക്കുക. നമ്മുടെ സ്വന്തം ചാള. അതെ, ഇവ യഥാർത്ഥത്തിൽ ആരോഗ്യത്തിന്റെ വലിയൊരു നിധിയാണ്. ഉയർന്ന അളവിൽ വിറ്റാമിൻ B12 ഇവയിലുണ്ട്. കൂടാതെ കുട്ടികളുടെ തലച്ചോറിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ഒമേഗ-3 ഫാറ്റി ആസിഡുകളും ഇതിലുണ്ട്. മറ്റൊരു സൂപ്പർ ഫുഡാണ് മുട്ട. മുട്ട എല്ലാ ദിവസവും കൊടുക്കാമല്ലോ? തീർച്ചയായും. മുട്ടയുടെ മഞ്ഞക്കരു വിറ്റമിൻ B12, ബയോട്ടിൻ, കോളിൻ എന്നിവയാൽ സമ്പന്നമാണ്. കോളിനൊക്കെ തലച്ചോറിന്റെ ഓർമ്മശക്തിക്കും പ്രവർത്തനത്തിനും വളരെ പ്രധാനമാണ്. കുട്ടികൾക്ക് ദിവസവും ഒരു പുഴുങ്ങിയ മുട്ട നൽകുക എന്നത് ഏതൊരു രക്ഷിതാവിനും ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. ഇറച്ചിയുടെ കാര്യത്തിലോ? ലിവറൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ്. ചിക്കൻ അല്ലെങ്കിൽ ബീഫ് ലിവറാണ് വിറ്റമിൻ B12ന്റെയും ഇരുമ്പിന്റെയും ഏറ്റവും വലിയ ഉറവിടം. ചെറിയ അളവിൽ നന്നായി വേവിച്ചുടച്ചു കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ വിളർച്ചയും B12 കുറവും മാറ്റാൻ വളരെ ഫലപ്രദമാണ്. അപ്പോൾ നമ്മൾ പച്ചക്കറികളെ എന്തിനാണ് ആശ്രയിക്കേണ്ടത്? വിറ്റമിൻ B12 മൃഗങ്ങളിൽ നിന്നും കിട്ടും. അപ്പോൾ മറ്റു ബി വിറ്റാമിനുകൾ പച്ചക്കറികളിൽ നിന്നാണോ? അതെ, വിറ്റമിൻ B9 അതായത് ഫോലേറ്റ്, അതുപോലെ B1, B6 എന്നിവയ്ക്കായി നമ്മൾ സസ്യാഹാരങ്ങൾ കഴിക്കണം. നമ്മുടെ തൊടിയിൽ നിൽക്കുന്ന മുരിങ്ങയില, ചീര എന്നിവ ഫോളേറ്റിന്റെ അതിഗംഭീര ഉറവിടങ്ങളാണ്. അതുപോലെ പയർവർഗ്ഗങ്ങളായ ചെറുപയറ്, കടല എന്നിവയും. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുപയർ വെറുതെ വേവിക്കുന്നതിനേക്കാൾ അത് മുളപ്പിച്ച്,
അതായത് സ്പ്രൗട്ട് ചെയ്തുപയോഗിക്കുമ്പോഴാണ് അതിന്റെ ഗുണം ഇരട്ടിയാകുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? മുളപ്പിക്കുമ്പോൾ പുതിയതായി എന്ത് മാറ്റമാണ് അതിൽ വരുന്നത്? പയർമണികൾ വെറുതെ ഇരിക്കുമ്പോൾ അത് ഉറങ്ങിക്കിടക്കുകയാണ്. അതിലെ പോഷകങ്ങളൊക്കെ ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ്. എന്നാൽ അതിൽ വെള്ളം നനച്ചു വെക്കുമ്പോൾ ആ വിത്ത് ഉണരുന്നു. ഓഹോ, ഒരു പുതിയ ജീവൻ തുടങ്ങാനുള്ള തയ്യാറെടുപ്പ്. അതെ, ഒരു പുതിയ ജീവൻ തുടങ്ങാനായി അത് അതിലെ പോഷകങ്ങളെല്ലാം ആക്റ്റീവാക്കുന്നു. അപ്പോൾ അതിലെ വിറ്റാമിൻ സിയും ബി വിറ്റാമിനുകളും വലിയ തോതിൽ വർദ്ധിക്കുകയും ദഹിക്കാൻ എളുപ്പമുള്ള രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. കൂടാതെ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന നേന്ത്രപ്പഴം, ചെറുപഴം എന്നിവയും വിറ്റാമിൻ B6ന്റെ മികച്ച കലവറകളാണ്. ശരി, അപ്പൊ നമ്മുടെ കയ്യിൽ എല്ലാ ചേരുവകളും ഉണ്ട്. ഇനി ഇവയെടുത്ത് അടുപ്പത്ത് വെക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നം തുടങ്ങുന്നത്, അല്ലേ? തീർച്ചയായും. അതായത് ശരിയായ ഭക്ഷണം തിരഞ്ഞെടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് എങ്ങനെ പാകം ചെയ്യുന്നു, എങ്ങനെ കഴിക്കുന്നു എന്നത് അതിനേക്കാൾ പ്രധാനമാണ്. ഇതിനർത്ഥമെന്താണ്? വയറ്റിലേക്കുള്ള വഴിയിൽ ഈ പോഷകങ്ങൾ ബാഷ്പീകരിച്ചു പോകാതെ സൂക്ഷിക്കണം. പാചകത്തിലെ ഈ ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നതിന് കുറിപ്പുകളിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ടല്ലോ. ഡോക്ടർ അഖിൽ വർഗീസിന്റെ കുറിപ്പുകളിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ വളരെ വ്യക്തമായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ചെയ്യേണ്ടവ അഥവാ ദ ഡൂസ് നോക്കാം. ഒന്നാമതായി, വിറ്റാമിൻ ബി അടങ്ങിയ ഭക്ഷണങ്ങൾക്കൊപ്പം ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ കൂടി ജോഡിയാക്കി നൽകാൻ ശ്രദ്ധിക്കുക. എന്തിനാണിങ്ങനെ ജോഡിയാക്കുന്നത്? രണ്ടും വെവ്വേറെ കൊടുത്താൽ പോരെ? നമ്മൾ നേരത്തെ ചുവന്ന രക്താണുക്കളുടെ കാര്യം പറഞ്ഞില്ലേ? രക്തമുണ്ടാക്കാൻ ഇരുമ്പ് അഥവാ അയൺ അത്യാവശ്യമാണ്. അതൊരു ഇഷ്ടിക പോലെയാണ്. എന്നാൽ ആ ഇഷ്ടിക വെച്ച് വീട് പണിയണമെങ്കിൽ വിറ്റാമിൻ B12 എന്ന മേസ്തിരി വേണം. ആഹാ, നല്ലൊരു ഉദാഹരണം. അപ്പം മേസ്തിരിയും ഇഷ്ടികയും ഒരുമിച്ച് വേണം. അതെ, അതുകൊണ്ട് ഇവ രണ്ടും ഒരുമിച്ച് കൊടുക്കുമ്പോഴാണ് ഏറ്റവും നല്ല ഫലം കിട്ടുന്നത്. ഉദാഹരണത്തിന്, വിറ്റാമിൻ B12 ലഭിക്കാൻ ഒരു മുട്ട നൽകുമ്പോൾ ഒപ്പം അയൺ ലഭിക്കാൻ കുറച്ച് മുരിങ്ങയിലയോ ചീരയോ കൂടി ഉൾപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം പാചകം ചെയ്യുന്ന രീതിയാണ്. ഫോളേറ്റും വിറ്റാമിൻ B1 ജലത്തിൽ ലയിക്കുന്നവയാണ്, വാട്ടർ സോല്യുബിൾ എന്ന് പറയും. അപ്പൊ വെള്ളത്തിൽ അലിഞ്ഞു പോകും. അതെ, അതുകൊണ്ട് തന്നെ ഉയർന്ന ചൂടിലോ ഒരുപാട് സമയം വെള്ളത്തിലിട്ട് തിളപ്പിച്ചാലോ അവ നശിച്ചുപോകും. അതിനാൽ പച്ചക്കറികൾ അമിതമായി തിളപ്പിക്കുകയോ എണ്ണയിലിട്ട് വറുത്തു കരിക്കുകയോ ചെയ്യാതെ ആവിയിൽ വേവിക്കുകയോ അല്ലെങ്കിൽ ചെറിയ തോതിൽ വെള്ളം ഉപയോഗിച്ച് തോരൻ പോലെ പാകം ചെയ്യുകയോ വേണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദിവസവും തൈരോ പാലോ നൽകി കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും വേണം. അപ്പോൾ ഈ ചേരുതാത്ത കാര്യങ്ങൾ, അതായത് ദ ഡോൺസ്, എന്തൊക്കെയാണ്? പ്രത്യേകിച്ചും ഈ ഡയറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ വരുത്തുന്ന ചില സാധാരണ അബദ്ധങ്ങളുണ്ടാവുമല്ലോ. പ്രധാനമായും 3 കാര്യങ്ങളാണ് ചെയ്യരുതാത്തതായുള്ളത്. ഒന്ന്, പൂർണ്ണമായും സസ്യാഹാരം മാത്രം കഴിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഈ മഷ്റൂമിൽ നിന്നോ കടൽപ്പായലിൽ നിന്നോ ഒക്കെ അവർക്കാവശ്യമായ അളവിൽ വിറ്റാമിൻ B12 ലഭിക്കുമെന്ന് കരുതരുത്. അതായത് നമ്മൾ പുറത്തുനിന്നുള്ള ഈ വീഗൻ ആൾട്ടർനേറ്റീവ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. കൃത്യം. സസ്യങ്ങളിൽ കാണുന്ന ഇത്തരം ഘടകങ്ങൾ മനുഷ്യ ശരീരത്തിന് പൂർണ്ണമായി ആഗിരണം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലല്ല ഉള്ളത്. അത്തരം സാഹചര്യങ്ങളിൽ സസ്യാഹാരത്തെ മാത്രം ആശ്രയിച്ചാൽ കുട്ടികൾക്ക് പോരായ്മകൾ വരും. അവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ സപ്ലിമെന്റുകൾ നൽകേണ്ടത് നിർബന്ധമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ രണ്ടാമത്തേതെന്താണ്? രണ്ടാമത്തെ കാര്യം, കുട്ടികളുടെ ദഹനപ്രശ്നങ്ങളെ ഒരിക്കലും അവഗണിക്കരുത്. അവർക്ക് വിട്ടുമാറാത്ത വയറിളക്കമോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര വലിയ പോഷകമുള്ള ഭക്ഷണം കൊടുത്താലും ആ കുടൽ അത് വലിച്ചെടുക്കില്ല. അതിനാൽ അത് ഉടൻ ചികിത്സിക്കണം. ശരിയാണ്. കുടൽ ക്ലീൻ അല്ലെങ്കിൽ പിന്നെ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. മൂന്നാമത്തേത് അമിതമായ മധുരവും പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളും ഒഴിവാക്കുക എന്നതാണ്. അമിതമായ പഞ്ചസാര കുടലിലെ നല്ല ബാക്ടീരിയകളെ കൂട്ടത്തോടെ നശിപ്പിക്കും. വിറ്റാമിനുകളെ വലിച്ചെടുക്കുന്ന ആ പ്രോബയോട്ടിക് സിസ്റ്റം തകർന്നാൽ പിന്നെ നമ്മൾ കഴിക്കുന്നതൊക്കെ വെറുതെയാവും. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണിത്, പ്രത്യേകിച്ച് ഈ സസ്യാഹാരത്തിന്റെ കാര്യത്തിൽ. ഇതൊരു സ്വയം ചികിത്സിക്കാവുന്ന വിഷയമല്ല. അതുകൊണ്ടുതന്നെ നിങ്ങളുടെ കുട്ടി പൂർണ്ണമായും വെജിറ്റേറിയൻ ഡയറ്റിലാണെങ്കിൽ അവർക്ക് കൃത്യമായ സപ്ലിമെന്റുകൾ ആവശ്യമുണ്ടോ എന്നറിയാൻ ഒരു പ്രൊഫഷണലിന്റെ സഹായം തേടേണ്ടതുണ്ട്. ഫോർ മോർ ഇൻഫർമേഷൻ, കോൺടാക്ട് ഡോക്ടർ അഖിൽ വർഗീസ്. അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു പീഡിയാട്രീഷ്യനെ കണ്ട് കൃത്യമായ ഉപദേശം തേടാവുന്നതാണ്. കൃത്യമായി പറഞ്ഞു. ഓരോ കുട്ടിയുടെയും ശരീരപ്രകൃതി വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടുതന്നെ
സംശയങ്ങളുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഡോക്ടറെ സമീപിക്കുന്നത് തന്നെയാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ, കേരളത്തിന്റെ പാരമ്പര്യഗത ഭക്ഷണരീതികളും കുട്ടികളുടെ ആരോഗ്യവും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളൊരു മാതാപിതാക്കളാണെങ്കിലും അല്ലെങ്കിൽ ചുറ്റുമുള്ളവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങളുടെ അടുക്കളയിൽ വരുത്തുന്ന ചെറിയ ചില മാറ്റങ്ങൾ വലിയ ആരോഗ്യ ഗുണങ്ങളാണ് കുട്ടികളിൽ ഉണ്ടാക്കുന്നത്. തീർച്ചയായും. അതായത് ഒരു മുട്ട കൊടുക്കുന്നത്, അല്ലെങ്കിൽ തലേദിവസത്തെ ചോറ് പുളിപ്പിച്ചു നൽകുന്നത്, പയർ മുളപ്പിച്ചുപയോഗിക്കുന്നത്, ഇതൊക്കെ വില കൂടിയ വിദേശ പഴങ്ങൾക്കോ പരസ്യങ്ങളിൽ കാണുന്ന സപ്ലിമെന്റുകൾക്കോ പിന്നാലെ പോകുന്നതിനു പകരം നമ്മുടെ തൊടിയിലെ മുരിങ്ങയിലെയും നമ്മുടെ നാടൻ മത്തിയും അയലയുമൊക്കെ നമ്മുടെ കുട്ടികളുടെ നാഡീവ്യൂഹത്തെയും ബുദ്ധിവികാസത്തെയും എത്രത്തോളം സഹായിക്കുമെന്ന് ഈ ചർച്ച നമ്മെ പഠിപ്പിക്കുന്നു. അതെ, ഈ ഒരു ഡീപ് ഡൈവിന്റെ അവസാനം ഇതിലെ മൈക്രോബയോളജിയും സെല്ലുലാർ സയൻസുമെല്ലാം വിശദമായി പരിശോധിച്ച ശേഷം എന്റെ മനസ്സിൽ ബാക്കിയാകുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. എന്താണത്? മൈക്രോബയോമിനെയും കോശങ്ങളുടെ വിഭജനത്തെയും ഒന്നും കുറിച്ച് യാതൊരു ശാസ്ത്രീയ അറിവുമില്ലാതിരുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് നമ്മുടെ പൂർവികർ ചോറ് പുളിപ്പിക്കാനും ദോശമാവ് പുളിപ്പിച്ച് കഴിക്കാനും പയറ് മുളപ്പിക്കാനുമൊക്കെ കൃത്യമായി പഠിച്ചത്? ശരിയാണല്ലോ, അന്ന് ഈ ലാബും മൈക്രോസ്കോപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതെ, ആധുനിക ശാസ്ത്രം ഇനിയും കണ്ടെത്താൻ ബാക്കി വെച്ചിട്ടുള്ള മറ്റെന്തൊക്കെ അത്ഭുത രഹസ്യങ്ങളായിരിക്കും നമ്മുടെ പരമ്പരാഗത അടുക്കളകളിൽ, ഒരുപക്ഷെ നമ്മുടെ മുത്തശ്ശിമാരുടെ പാചകക്കുറിപ്പുകളിൽ ഒളിഞ്ഞുകിടപ്പുണ്ടാവുക? അതൊരു ഗംഭീര ചിന്തയാണ്. എന്ത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയിട്ടാണ് അവർ ഈ ബാക്ടീരിയകളുടെ പ്രവർത്തനമൊക്കെ അന്നും മനസ്സിലാക്കിയതെന്നത് ശരിക്കും ഒരു അത്ഭുതമാണ്. നിങ്ങൾ ഓരോരുത്തർക്കും സ്വയം ചിന്തിക്കാനും നിങ്ങളുടെ സ്വന്തം അടുക്കളകളിലേക്കൊന്ന് മാറി നോക്കാനുമായി ആ ഒരു ചോദ്യം ഞങ്ങളിവിടെ വിടുകയാണ്. അതെ, ആ ഇലക്ട്രിക്കൽ വയറിംഗ് കേടാകാതെ നമ്മുടെ കുട്ടികളുടെ ഉള്ളിലെ വെളിച്ചം എപ്പോഴും ശോഭയോടെ നിലനിൽക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വലിയ നന്ദി. ഒട്ടേറെ പുതിയ അറിവുകൾ നൽകിയ ഈ അന്വേഷണം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ കൗതുകകരമായ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.